ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയ വീഡിയോയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്നതാണ്. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അധികം മേക്കപ്പൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റെഡിയാകുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നാളെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്, വിരുന്നിന് പോവുകയാണ്. ചേച്ചിയുടെ വീട്ടിലെ വീട് കാണാൻ പോവുകയാണ്, വിരുന്നല്ല വീട് കാണാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുവാണ്. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ടൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം അതിനുള്ള പരിപാടിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് പോകണം. അതിന് മുമ്പായിട്ട് കടയിൽ പോയിട്ട് വരാമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പം അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, വേഗം റെഡിയാകാനൊക്കെ പറയുകയാണ്. ഞാൻ പെട്ടെന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് വേണം പോകാനായിട്ട്. മഴ വന്നാൽ പിന്നെ പാടാണ് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങിക്കാനുണ്ട് നാളത്തേക്കുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോണിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തും കൂടി എഴുതുന്നതാണ്. പക്ഷേ എഴുതാൻ പറ്റിയില്ല, ഫോണിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ല. പൊട്ടും കണ്ടില്ല. അപ്പോൾ അത് കാരണം ഒരു കുഞ്ഞി പൊട്ട് ഐലൈനർ വെച്ച് തന്നെ കുഞ്ഞൊരു പൊട്ടും തൊട്ട്, പിന്നെ ഒരു വാച്ചും, പിന്നെ കയ്യിലിടുന്ന ഞാനെന്തോ ഒരു ഉത്സവത്തിനങ്ങോട്ട് വാങ്ങിച്ച ഒരു ചെയിനാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് മുടിയും കൂടി കെട്ടാലെന്ന് വിചാരിച്ച് രാവിലെ കുളിച്ചിട്ട് മുടിയൊക്കെ ഈരി വെച്ചേക്കുമായിരുന്നു. അത് കാരണം ഞാൻ ചീപ്പ് എടുത്തില്ല, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലൂസായിട്ടിങ്ങനെ ഒരു പിന്നുന്ന പോലെ കെട്ടി വെച്ച്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം വേഗം പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മഴയ്ക്ക് മുമ്പ് വീട്ടിൽ വരണം. അല്ലെങ്കിൽ അമ്മ വഴക്കിടും, റെഡിയാകാൻ താമസിച്ചുകൊണ്ടാണ് എന്നും പറഞ്ഞ് വഴക്കിടും. അപ്പോൾ അതിന് മുമ്പ് റെഡിയായി. അപ്പോൾ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, കുറച്ച് സ്പ്രേയും കൂടി അടിച്ച്. അപ്പോൾ നമ്മുടെ ഈ മേക്കപ്പ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാൻ നോക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയി കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വേറെ എന്തോ ഒരു താക്കോലായിരുന്നു അമ്മ അതിലിട്ട് വെച്ചിരുന്നത്. അമ്മയുടെ തന്നെ അടച്ചോളാൻ പറഞ്ഞ്. അപ്പം അമ്മ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പുറത്ത് ഞങ്ങളുടെ ഒരു പട്ടിക്കുട്ടിയാണ് നിൽക്കുന്നത്, ഗൗരിപ്പട്ടിക്കുട്ടി. വേറൊരു പട്ടിക്കുട്ടിയും കൂടി ഉണ്ട്, ഈസയെന്നാണ് അവളുടെ പേര്. അവൾ കൂട്ടിനകത്താണ് കിടക്കണത്. ഇടയ്ക്ക് മാത്രമേ അഴിച്ച് പുറത്തേക്ക് വിടത്തുള്ളൂ. അപ്പോൾ അവൾ കൂട്ടിലുണ്ട്. അവളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അമ്മയുടെ കൂട്ടുകാരിയുടെ കടയിലും കൂടെ ഒന്ന് കയറാനുണ്ട്. എന്തോ അയൽക്കൂട്ടത്തിൻ്റെ എന്തോ സംഭവമൊക്കെ പറയാനാണെന്നൊക്കെ പറഞ്ഞ് അമ്മ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്നും ഒന്ന് വീഡിയോ എടുത്ത്. അതാണ് അമ്മ. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്, പള്ളിപ്പുറത്തേക്കാണ് പോകുന്നത്. അതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ. അവിടെ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കണത്. അപ്പോൾ കുറച്ചധികം സാധനം വാങ്ങിക്കാനുണ്ട്, അതായത് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോണത്. കണ്ട, മഴ പെയ്ത് ഇവിടെയൊക്കെ വെള്ളമായി കിടക്കുവാണ്. അടുത്ത മഴയ്ക്കുള്ള മഴക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പോണ വഴിക്ക് അമ്മയ്ക്ക് എന്തോ ബാങ്കിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ബാങ്ക് അടയ്ക്കുമല്ലോ, അതിന് മുന്നേ ചെല്ലണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കടക്കാൻ നോക്കിയിട്ടാണെങ്കിൽ വണ്ടി വന്നിട്ട് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടെ നിന്ന് വണ്ടിയൊക്കെ പോയിട്ട് കടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് വേണം ഇനി കടക്കാൻ. ബാങ്കിലും കയറി എന്തോ പൈസയും ബാങ്കിൽ എന്തോ സംഭവം ചെയ്യാനുണ്ട്, എന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഇടയ്ക്ക് ആകാശമൊക്കെ കണ്ടോ, ആകാശമൊക്കെ ഇരുട്ടായി വന്നിട്ടുണ്ട്. അടുത്ത മഴ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ ഫ്രണ്ട്സ്? എങ്ങനെയാണ് അവിടത്തേക്ക് കാലാവസ്ഥ? അങ്ങനെ ഞങ്ങൾ ബാങ്കിലെത്തി. അമ്മ ബാങ്കിൽ പോയിട്ട് തിരിച്ച് വന്നു. വേഗം തന്നെ ഞങ്ങൾ ബേക്കറി കയറാൻ വേണ്ടി പോവാണ്. ബേക്കറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ചെന്ന് വാങ്ങിക്കുക, പോരുക. പിന്നെ ഇത് ഞങ്ങൾ സ്ഥിരം സാധനം വാങ്ങിക്കുന്ന ബേക്കറിയാണ്. എല്ലാ സാധനങ്ങളും, ബേക്കറി ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ അമ്മ ചോദിച്ചു, വാങ്ങിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, എന്ത് വാങ്ങിക്കണം, കഴിക്കാൻ എന്ത് വാങ്ങിക്കണം എന്ന് നോക്കി ലാസ്റ്റ് ഞാനൊരു കപ്പവറ എടുത്തു. ഒരു കോല് കപ്പവറ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മഞ്ചും വാങ്ങിച്ച്. അങ്ങനെ അത് രണ്ടും കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പച്ചക്കറി കടയിലേക്ക് വന്ന്. തൊട്ടപ്പുറത്ത് തന്നെയാണ് പച്ചക്കറി. അപ്പോൾ കുറച്ച് പച്ചക്കറി സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം നാളെ വിരുന്നിന് പോണ കാരണം, വീട് കാണാൻ പോകുന്ന കാരണം കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഞാൻ എന്താണ്ടൊക്കെ അമ്മയോട് വാന്നിറച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബേക്കറി ഐറ്റംസാണ് ഞാൻ എടുത്ത് കാണിച്ചത്. ജിലേബി, ലഡു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഏത് വഴി കൂടി പോകണം, 2 വഴിയുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഏത് വഴി കൂടെ പോകണം എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ചിറ്റയുടെ വീട്ടിൽ കൂടി കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ ചിറ്റയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ചിറ്റയുടെ വീട്ടിൽ വന്ന് അമ്മ അവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുവാണ്. ഞാനപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി നടക്കാമെന്നൊക്കെ വിചാരിച്ച് സാധനങ്ങളും കുറച്ച് എടുത്തുകൊണ്ട് ചിറ്റയുടെ അവിടുത്തെ വഴിയുടെ അവിടെ വന്ന് നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ വന്നു. അമ്മയായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെയാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ വീടെത്തി. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞങ്ങളുടെ ശംഖുപുഷ്പമാണ്. ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് തൈയാണോ കുരു കിളിപ്പിച്ചാണോ എന്നറിയില്ല, എന്തോ കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ചാണ്. ഫസ്റ്റ് അത് ഉണങ്ങിപ്പോയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ വീണ്ടും അത് കിളുത്ത് വന്ന് നിറച്ചും പൂവുണ്ട്. ഇഷ്ടംപോലെ പൂ കിടപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇപ്പോൾ കുറച്ചധികം കാട് പിടിച്ച് കിടക്കുവാണ്. കാരണം മഴയൊക്കെ ആയപ്പോഴത്തേക്കും പുല്ലൊക്കെ അധികം കിളുത്ത് വന്നിട്ടുണ്ട്. അത് ആ വേലിയിലേക്ക് ഫുള്ള് പടർന്ന് കയറി, ഫുള്ള് കാടായി. അങ്ങനെ വീട്ടിൽ വന്ന് മഴയ്ക്ക് മുമ്പ് എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ചെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇനി മഞ്ചെടുത്തു, കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ വന്നു. അപ്പം അമ്മയ്ക്കും കൂടെ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് അമ്മേനെയും കൂടെ വിളിച്ച് അമ്മയ്ക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനെയും കൂടെ വിളിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്കും നമുക്ക് കൊടുക്കാം. അപ്പം അമ്മയ്ക്കും കൊടുത്ത് ഞാനും കഴിച്ച് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ ബൈ.